നെറ്റ്ഫ്ലിക്സിൻ്റെ സ്ട്രേഞ്ചർ തിങ്സ് സീരീസിൻ്റെ ഫിനാലയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പോപ്പുലറായ സ്ട്രേഞ്ചർ തിങ്സ് ഇത്രയധികം ലോകമെമ്പാടുമുള്ള ആളുകൾക്കും നൊസ്റ്റാൾജിയും അഡിക്ഷനും ഉണ്ടാക്കാൻ എന്താണ് കാരണം? തീർച്ചയായും ഷോയുടെ ക്രിയേറ്റേഴ്സായ ഡഫർ ബ്രദേഴ്സ് വളരെ സ്വാഭാവികമായി കഥയ്ക്കൊപ്പം ചേർത്ത് വച്ചിരിക്കുന്ന പല പോപ്പ് കൾച്ചർ റെഫറൻസസ് അതിലൊരു കാരണം മാത്രമാണ്. ഇത്ര സക്സസ്ഫുൾ ആയ സ്ട്രേഞ്ചർ തിങ്സ് മാറാൻ അവർ ഷോയിൽ ചേർത്ത് വെച്ച ആ റെഫറൻസസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സ്റ്റീഫൻ സ്പിൽബർഗ് അവരുടെ ഏറ്റവും വലിയ പ്രചോദനമായി ഡഫർ ബ്രദേഴ്സ് പരസ്യമായി തന്നെ പലതവണ അംഗീകരിച്ചിരിക്കുന്നു. 1982 പുറത്തിറങ്ങിയ സ്പിൽബർഗിൻ്റെ E.T. ദ എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന സിനിമ അന്നത്തെ കാലത്തെ വളരെ പോപ്പുലറായ ഒരു സിനിമയാണ്. ഒരു കുട്ടി ഭൂമിയിൽ ഒറ്റപ്പെട്ടുപോയ ഒരു ഏലിയനുമായി കൂട്ടുകൂടുന്നതും പിന്നീട് ആ ഏലിയനെ സ്വന്തം മദർഷിപ്പിലേക്ക് പോകാൻ സഹായിക്കുകയുമാണ് E.T.യുടെ കഥ. ഈ കഥ കോപ്പിയടിച്ചാണ് ബോളിവുഡ് കോയി മിൽ ഗയ എന്ന സിനിമ ഉണ്ടാക്കിയത്. E.T.യിലെ പല ക്ലിപ്സും യൂസ് ചെയ്താണ് ഡഫർ ബ്രദേഴ്സ് ഒരു ഫേക്ക് ട്രെയിലർ ഉണ്ടാക്കിയത്. അത് ഉപയോഗിച്ചാണ് അവർ ഈ സീരീസ് പല പ്രൊഡക്ഷൻ കമ്പനികൾക്കും പിച്ച് ചെയ്തത്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ മൈക്കിൾ, എലിയറ്റ്, ജെർട്ടി എന്നിവരുടെ അതേ രീതിയിലുള്ള ഔട്ട്ഫിറ്റ്സാണ് ജൊനാത്തൻ, വിൽ, ഹോളി എന്നീ കഥാപാത്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എലിയറ്റിൻ്റെ ഫാമിലിയും ബയേഴ്സ് ഫാമിലിയും തന്നെ വളരെ സിമിലറുമാണ്. E.T.യിൽ എലിയറ്റ് തൻ്റെ ടൂൾ ഷെഡിൽ നിന്നും ഒരു ഏലിയനെ കണ്ടെത്തുന്നു. സ്ട്രേഞ്ചർ തിങ്സിൽ മൈക്ക് കാട്ടിൽ വെച്ച് ഇലവനെ കണ്ടെത്തുന്നു. രണ്ടുപേരും തങ്ങളുടെ പുതിയ കൂട്ടുകാരെ മുതിർന്നവരിൽ നിന്ന് ഒളിപ്പിക്കുന്നു. ഡഫർ ബ്രദേഴ്സ് ഒരു മികച്ച മാറ്റം വരുത്തി. E.T.യുടെ റീസസ് പീസസിനോടുള്ള ഇഷ്ടം ഇലവൻ്റെ ഐക്കോണിക്കായ എഗോ വാഫലിനോടുള്ള ഇഷ്ടമായി മാറ്റി. ദൃശ്യപരമായും വളരെ സമാനതകൾ E.T.യും സ്ട്രേഞ്ചർ തിങ്സും തമ്മിലുണ്ട്. അതിലേറ്റവും പ്രശസ്തമായത് ഒരു ബൈക്ക് ചേസാണ്. സംശയാസ്പദമായ ഗവൺമെൻറ് ഏജൻറ്റുമാരിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടികൾ ജീവനും കൊണ്ട് സൈക്കിൾ ചവിട്ടുന്ന ഷോട്ട് E.T.യുടെ പ്രശസ്തമായ ക്ലൈമാക്സിനെ നേരിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്. സ്പിൽബർഗിൻ്റെ സിനിമയിൽ E.T. തൻ്റെ ശക്തി ഉപയോഗിച്ച് ബൈക്കുകളെ പറപ്പിക്കുന്നു. അത് സിനിമയിലെ ഒരു ഐക്കോണിക് നിമിഷമാണ്. സ്ട്രേഞ്ചർ തിങ്സിൽ ലാബ് വാനുകൾ അടുത്തെത്തുമ്പോൾ ഇലവൻ അവരെ വായുവിലേക്ക് ഉയർത്തുന്നില്ല. അവൾ തൻ്റെ മനസ്സുപയോഗിച്ച് ഒരു വാൻ മുഴുവനായി തലയ്ക്ക് മുകളിലൂടെ മറിച്ചിടുന്നു. ഇലവൻ്റെ വേഷം മാറൽ പോലും വ്യക്തമായ ഒരു E.T. റെഫറൻസാണ്. അവളെ മറ്റുള്ള ആളുകളുടെ കണ്ണിൽപ്പെടാതെ കൊണ്ടുപോകാൻ വേണ്ടി പിങ്ക് ഡ്രസ്സും ബ്ലോണ്ട് വിഗും ധരിപ്പിക്കുമ്പോൾ അത് എലിയറ്റും ഗേർട്ടിയും അവരുടെ അമ്മയിൽ നിന്ന് E.T.യെ ഒളിപ്പിക്കാൻ വേഷം കെട്ടിക്കുന്ന രംഗത്തിൻ്റെ നേരിട്ടുള്ള പ്രചോദനമാണ്. സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ തന്നെ കഥയിൽ പുറത്തിറങ്ങിയ ദ ഗൂണീസ് എന്ന സിനിമ ആദ്യം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. എന്നാൽ പിന്നീട് അത് കൾട്ട് ക്ലാസിക്കായി മാറുകയായിരുന്നു. ഒരു കൂട്ടം കുട്ടി സുഹൃത്തുക്കൾ ഒരു നിധി തേടി പോകുന്ന കഥയാണത്. ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ടായിരുന്നു. സ്റ്റീവിനെ പോലെ ഒരു എൽഡർ ബ്രദർ ഫിഗർ, ഡസ്റ്റിനെ പോലെ സർക്കാസ്റ്റിക്കായ ഒരാൾ. എന്നാൽ ദ ഗൂണീസും സ്ട്രേഞ്ചർ തിങ്സും തമ്മിലുള്ള ഏറ്റവും വലിയ കണക്ഷൻ ബോബ് ന്യൂബിയായി സ്ട്രേഞ്ചർ തിങ്സിൽ അഭിനയിച്ച ഷോൺ ആസ്റ്റിൻ ആയിരുന്നു ദ ഗൂണീസിലെ പ്രധാന കഥാപാത്രമായ മൈക്കിയായും അഭിനയിച്ചത്. സീസൺ 2-ൽ ഷോൺ ആസ്റ്റിനെ തന്നെ സ്നേഹനിധിയായ ബോബ് ആയി അവതരിപ്പിച്ചതിലൂടെ ഡഫർ ബ്രദേഴ്സ് ഈ സ്വാധീനവും വ്യക്തമാക്കുന്നു. 1982-ൽ സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ കഥയിൽ പുറത്തിറങ്ങിയ മറ്റൊരു ഹൊറർ സൈഫൈ സിനിമയാണ് പോൾട്ടർഗീസ്റ്റ്. ഒരു കുടുംബത്തിലെ ഏറ്റവും ചെറിയ കുട്ടി വീട്ടിലെ TV-യിലൂടെ പാരലൽ വേൾഡ് ക്രീച്ചേഴ്സുമായി സംസാരിക്കുന്നു. പിന്നീട് അവൾ ആ ഡയമെൻഷനിലേക്ക് പോകുന്നു. അവളുടെ അമ്മ അവളെ രക്ഷിക്കുന്നതുമാണ് പിന്നീടുള്ള കഥ. വീലേഴ്സ് ഹൗസിലെ കിച്ചൺ ടൈൽസ് പോലും പോൾട്ടർഗീസ്റ്റ് സിനിമയിലെ പോലെയാണ്. പാരലൽ ഡയമെൻഷനിലേക്ക് എത്തിപ്പെടുന്ന കുട്ടികൾ ആശയവിനിമയം നടത്തുന്ന രീതിയും സമാനമാണ്. പോൾട്ടർഗീസ്റ്റിൽ കാരോൾ ആൻ എന്ന കുട്ടി അവളുടെ കുടുംബത്തോട് സംസാരിക്കുന്നത് TV-യിലെ സ്റ്റാറ്റിക്കിലൂടെയാണ്. സ്ട്രേഞ്ചർ തിങ്സിൽ വിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ജോയ്സുമായി സംസാരിക്കുന്നു. ആദ്യം ലൈറ്റിലൂടെയും പിന്നീട് ഷോയിലെ ഏറ്റവും മികച്ച രംഗങ്ങളിലൊന്നായ ഭിത്തിയിൽ വരച്ച അക്ഷരങ്ങളോടൊപ്പം ചേർത്ത് വെച്ച ക്രിസ്മസ് ലൈറ്റുകളിലൂടെ. 1981-ൽ റിലീസ് ചെയ്ത ദ തിങ് ഫ്രം അനദർ വേൾഡ് എന്ന സിനിമയുടെ അഡാപ്റ്റേഷനായിരുന്നു ജോൺ കാർപ്പൻ്ററിൻ്റെ 1982-ൽ റിലീസ് ചെയ്ത ദ തിങ്. 1982-ൽ സിനിമ ഇറങ്ങിയപ്പോൾ വലിയ വിജയമായിരുന്നില്ല. എന്നാൽ പിന്നീട് ആ സിനിമയ്ക്ക് കൾട്ട് സ്റ്റാറ്റസ് ലഭിച്ചു. ഡഫർ ബ്രദേഴ്സിന് ഡെമോഗോർഗൻ്റെ സൃഷ്ടിയിലും
പ്രാക്ടിക്കൽ എഫക്ട്സ് യൂസ് ചെയ്യുന്നതിലും ദ തിങ് എന്ന സിനിമ വലിയൊരു റെഫറൻസ് തന്നെ ആയിട്ടുണ്ട് എന്നവർ പറയുന്നു. സീസൺ 3-ൽ ദ തിങ്ങിൻ്റെ റെഫറൻസസ് വളരെ വ്യക്തമായി തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. 1984-ൽ സ്റ്റീഫൻ കിങ്ങിൻ്റെ ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഇറക്കിയ സിനിമയാണ് ഫയർ സ്റ്റാർട്ടർ. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ ചാർലി മക്കി എന്ന കുട്ടിക്കും 11നും സമാനമായ കഴിവുകളാണുള്ളത്. 2 കുട്ടികളുടെയും അമ്മമാർ ഗവൺമെൻറ് നടത്തുന്ന സീക്രട്ട് എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഭാഗമാകുന്നു. 2 കുട്ടികളും സൈക്കിക് എബിലിറ്റീസുമായി ജനിക്കുന്നു. 2 പേരെയും ഗവൺമെൻറ് സീക്രട്ട് എക്സ്പെരിമെൻറ്റ്സിന് വീണ്ടും വിധേയരാക്കുന്നു. എക്സ്പെരിമെൻറ്റ്സിനാൽ തന്നെയാണ് ഇരുവർക്കും സൂപ്പർ പവേഴ്സ് ലഭിക്കുന്നതും. സ്ട്രേഞ്ചർ തിങ്സിൻ്റെ പ്ലോട്ടിന് വളരെയധികം ഇൻസ്പിറേഷനായ ഒരു സിനിമയാണ് പ്രിസണേഴ്സ്. സിനിമ ഇറങ്ങുന്നതിന് 3 വർഷം മുൻപ് തന്നെ ഡഫർ ബ്രദേഴ്സ് സ്ട്രേഞ്ചർ തിങ്സിൻ്റെ പണിപ്പുരയിലായിരുന്നു. എന്നിരുന്നാലും ജോയ്സിൻ്റെ ക്യാരക്ടർ ആർക്ക് സിനിമയിലെ ഹ്യൂഗ് ജാക്ക്മാൻ്റെ കെല്ലർ ഡോവർ എന്ന കഥാപാത്രത്തിന് സമാനമായി സൃഷ്ടിച്ചതാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് പ്രിസണേഴ്സ്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. 1977-ൽ സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ തന്നെ കഥയിലും സംവിധാനത്തിലും പുറത്തിറങ്ങിയ സിനിമയാണ് ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ്. വളരെ സാധാരണക്കാരനായ റോയ് നിയേറി എന്ന ഒരു ഇലക്ട്രീഷ്യൻ്റെ ജീവിതം ഒരു UFO കണ്ടതിനു ശേഷം തലകീഴായി മറിയുന്നു. UFOയുടെ പർവ്വതം പോലെയുള്ള രൂപം അയാളെ വേട്ടയാടുന്നു. ആ അഭിനിവേശം അയാളെ ഒരു ഭ്രാന്തനെ പോലെ ആക്കുന്നു. സ്വന്തം ഭാര്യയും അയാളെ ഉപേക്ഷിച്ചു പോകുന്നു. തൻ്റെ വിഷൻസിൽ കാണുന്ന ഡെവിൾസ് ടവർ കിട്ടുന്ന എന്തും ഉപയോഗിച്ച് നിർമ്മിക്കാൻ അയാൾ തുടങ്ങുന്നു. ഇതേപോലെ തന്നെയാണ് ജോയ്സും. കടയിലെ ക്രിസ്മസ് ലൈറ്റ്സ് മുഴുവനും വാങ്ങി അവ എല്ലായിടത്തും തൂക്കി വില്ലിനോട് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. സിനിമയും സീരീസും മുതിർന്നവരുടെ സംഘർഷങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. റോയും ജോയ്സും മറ്റാരും വിശ്വസിക്കാത്ത സത്യങ്ങളെ പിന്തുടർന്നു പോവുകയും ഒടുവിൽ അവ സത്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ ഷോയിലൂടെ ഡഫർ ബ്രദേഴ്സ് ലക്ഷ്യമിട്ടത് അവർ വളർന്നു വന്ന കാലഘട്ടത്തിലെ അവർക്കിഷ്ടപ്പെട്ട ക്ലാസിക് സിനിമകളുടെ ഫീൽ ഈ സീരീസിലൂടെ പുതിയ തലമുറയിലേക്കും എത്തിക്കുക എന്നതാണ്. വളരെ സാധാരണക്കാരായ ആളുകൾ അസാധാരണമായ കാര്യങ്ങളെ നേരിടുന്നത് വിശ്വസനീയമാക്കാൻ ഈ പോപ്പ് കൾച്ചർ റെഫറൻസസ് ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. സ്റ്റീഫൻ സ്പിൽബർഗ്, ജോൺ കാർപ്പൻ്റർ, സ്റ്റീഫൻ കിങ് എന്നിവരാണ് തങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് ഡഫർ ബ്രദേഴ്സ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇന്ത്യാന ജോൺസ്, ജുറാസിക് പാർക്ക്, കരാട്ടെ കിഡ്, ഗോസ്റ്റ്ബസ്റ്റേഴ്സ് തുടങ്ങി ഒരുപാട് റെഫറൻസസും ഇൻസ്പിറേഷൻസും ഇനിയുമുണ്ട്. നിങ്ങൾക്ക് കണ്ടെത്താനായ ഇൻസ്പിറേഷൻസ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഹൈപ്പ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.